എക്സ്-ആൻഡ്-വൈയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓൺലൈൻ ആണോ പ്രിഫർ ചെയ്യേണ്ടത്, അതല്ല ഒരു ഓഫ്ലൈൻ ട്യൂഷൻ അല്ലെങ്കിൽ ഇനി ഓഫ്ലൈൻ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അതാണോ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് ഒരു വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടിയുടെ നീഡാണ്. അതായത് നമ്മുടെ കുട്ടിക്ക് ഒരു നോർമൽ ട്യൂഷൻ ആണോ വേണ്ടത്, അതല്ല ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ആണോ വേണ്ടത്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ കാര്യങ്ങൾ വീണ്ടും ഒരുപക്ഷെ അതേ അധ്യാപകൻ തന്നെ അടുത്തുള്ള ഒരു ട്യൂഷൻ സെന്ററിൽ വന്ന് ആവർത്തിക്കുന്ന ഒരു പരിപാടിക്കാണ് നമ്മൾ ട്യൂഷൻ എന്ന് പറയുക. ഈ ട്യൂഷൻ ആരെ സംബന്ധിച്ചിടത്തോളാണ് വേണ്ടത്? ഒരുപക്ഷെ പഠനത്തിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന, സ്കൂളിൽ നിന്ന് കാര്യങ്ങൾ അത്ര നല്ല രീതിയിൽ ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു റെമഡിയൽ മെഷറായിട്ടാണ് ട്യൂഷൻ വേണ്ടത്. എന്നാൽ ഒരു എബോ ആവറേജ് ആയിട്ടുള്ള മിടുക്കരായിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്യൂഷൻ ആണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് വേസ്റ്റ് ഓഫ് ടൈമാണ്. അവന് സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ അതേ അധ്യാപകൻ തന്നെ വന്നിട്ട് വീണ്ടും ആവർത്തിക്കുക എന്നുള്ളത്, അതൊരു ട്യൂഷൻ സെന്ററിലാകുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മേ ബി അവൻ ആ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കുമ്പോൾ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നുള്ളതല്ലാതെ അവിടെ അവന് കാര്യമായ ബെനിഫിറ്റ് ഒന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കേവലം ബോർഡ് എക്സാംസിൽ മാത്രമല്ല, നേരെ മറിച്ച് അവരെവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ, അവർക്ക് ഫ്യൂച്ചറിൽ ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മത്സര പരീക്ഷകൾക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് അവർ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്കൂളിന് ബിയോണ്ടുള്ള സമയം നമ്മുടെ കുട്ടികൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? അത് ഡെഫിനറ്റ്ലി ഒരു എബോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ, മിടുക്കരായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ ആ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഒരു ട്യൂഷൻ അല്ല വേണ്ടത്, അവർക്ക് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് വേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ വേണ്ടത്? നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു ഓഫ്ലൈൻ ഫൗണ്ടേഷൻ പ്രോഗ്രാം നിങ്ങളുടെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് ഓഫ്ലൈനായി ഹൈ ക്വാളിറ്റി പ്രോഗ്രാംസ് പലയിടങ്ങളിലും അവൈലബിൾ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെന്തുകൊണ്ടാണ് അവൈലബിൾ അല്ലാത്തത്? അവിടെ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം തീർച്ചയായിട്ടും അത് എടുക്കേണ്ടത് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ്. എക്സ്-ആൻഡ്-വൈയിലെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ IIT-കളിൽ നിന്ന്, NIT-യിൽ നിന്ന്, അതേപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന്, അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള, ഐസറുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളാണ് ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത്. അവർ ആ മത്സര പരീക്ഷകളിലൂടെ കടന്നു വന്ന ആളുകളാണ്. അവരിതിൽ വെൽ ട്രെയിൻഡ് ആണ് എന്ന് മാത്രമല്ല, ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളുടെ ഏറ്റവും ബുദ്ധിപരമായ സംശയങ്ങൾ വരെ അവർക്ക് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള റിസോഴ്സ് പൂൾ ഒരു ലോക്കലി പലപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഇനി ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവിടെ ഏറ്റവും മിടുക്കരായിട്ടുള്ള, ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് തന്നെ വന്നെടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. രണ്ട്, നമ്മൾ നോക്കേണ്ടത് ഈ മിടുക്കരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമയം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവരൊരു വീക്കെൻഡ്സിൽ ഒരുപാട് ട്രാവൽ ചെയ്യുക, അതേപോലെ തന്നെ അവർ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക. ആ സമയം കൊണ്ട് അവർക്ക് ഓൺലൈനായിട്ട് അവർക്ക് ഒന്നുകൂടി മികച്ച രീതിയിൽ പഠിക്കാൻ സാധിക്കും. 3, ഓഫ്ലൈൻ പഠന രീതിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് അന്നത്തെ അവരുടെ പഠനത്തിന്റെ ഒരു ഔട്ട്കം എന്നുള്ളത് അവരുടെ ഒരു അന്നത്തെ ഒരു മൂഡിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഫാക്കൽറ്റിയുടെ ഒരു ക്വാളിറ്റിക്ക് ഇതൊക്കെ അനുസരിച്ച് വേരി ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല പലപ്പോഴും വളരെ അശാസ്ത്രീയമായ രീതിയിൽ 2-3 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ലോങ് ലെക്ചേഴ്സ് ആണ് പലപ്പോഴും ഉണ്ടാവുക. ഇവിടെയാണ് വളരെ കെയർഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള, അതേപോലെ തന്നെ എന്താ പറയുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മോഡേൺ എഡ്യൂക്കേഷണൽ പെഡഗോഗിക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള എക്സ്-ആൻഡ്-വൈയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം വ്യത്യസ്തമാവുന്നത്. ഇവിടെ വളരെ ലോങ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ഇല്ല, നേരെ മറിച്ച് വളരെ ഷോർട്ട് ആയിട്ടുള്ള റെക്കോർഡഡ് കണ്ടന്റുകൾ, ഒരു 5 to 10 മിനിറ്റ്സിൽ കുട്ടികൾക്ക് ഏറ്റവും അടിപൊളിയായി പഠിക്കാവുന്ന രീതിയിലുള്ള ഷോർട്ട് റെക്കോർഡഡ് കണ്ടന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. പ്ലസ് അവർക്കുള്ള ക്വസ്റ്റ്യൻസ് ഓരോ വീഡിയോസ് ശേഷം നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് ചെയ്ത് പഠിക്കാവുന്ന സിമുലേഷൻസ്, അതേപോലെ തന്നെ ക്വിസസ്, ഗെയിമിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. വീക്കിലി എക്സാംസ് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു സെന്ററിൽ നമ്മൾ ഓഫ്ലൈനായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ചുറ്റും മേ ബി 50 സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലേ? അവിടെ ഉള്ള 50 സ്റ്റുഡൻസ് ഉണ്ടാവുക. എന്നാൽ എക്സ്-ആൻഡ്-വൈയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ 5000 ആളുകളാണ് പഠിക്കുന്നത്. അതിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും പഠിക്കുന്ന മലയാളി സ്റ്റുഡൻസ് ഉണ്ട്, അതേപോലെ തന്നെ GCC കൺട്രീസിലുള്ള, ഈവൻ യൂറോപ്പിലും US-ലൊക്കെ പഠിക്കുന്ന ആളുകൾ വരെ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുക, അവരുമായിട്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സാംസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ഒരു ഓഫ്ലൈനിൽ നിങ്ങൾക്ക് മേ ബി ഒരു 50 ആളുകളിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ, ഇവിടെ ഒരു 1000 ആളുകളുടെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്ലോബൽ കോമ്പറ്റേറ്റീവ് പൂള് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഓൺലൈനിൽ ചില പ്രശ്നങ്ങളില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോയാൽ ഓൺലൈൻ
അപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന ആളുകൾ ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ എവിടെ ഡിസ്ട്രാക്റ്റഡ് ആയി പോയാലും പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കുട്ടികൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. ഇതൊരു ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമല്ല ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നുള്ളത്. അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും. അപ്പോൾ അവിടെയാണ് നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വളരെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ സ്റ്റുഡൻസിനും പാരൻസിനും പ്രൊവൈഡ് ചെയ്യുന്നത്. ആ മെന്റേഴ്സ് ഒരു ഇയർ ത്രൂ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഉണ്ടാകും, പാരൻസിൻ്റെ കൂടെ ഉണ്ടാകും, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും, നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ നൽകും. അവർ വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഇതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കുട്ടികളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അവർക്കറിയാം. മാത്രമല്ല പലപ്പോഴും പാരൻസ് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഞങ്ങൾ പറഞ്ഞാൽ കുട്ടികൾ കേൾക്കുന്നില്ല. കാരണം നമ്മളെന്നും കുട്ടികളോട് ഈ കാര്യങ്ങൾ കൺവേഴ്സ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ പുറത്തുനിന്നുള്ള ഒരാൾ ഒരു അതോറിറ്റി ആയിട്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ ഒന്നുകൂടി മോട്ടിവേറ്റഡ് ആക്കി ഇരുത്താൻ നമുക്ക് സാധിക്കും. ഇവരെല്ലാവരും ഒരു കുട്ടികളുടെ സൈക്കോളജിയിൽ വെൽ ട്രെയിൻഡ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഓൺലൈൻ ലേണിംഗ് എന്നുള്ളതിനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ലോകത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും എടുത്തു നോക്കിയാൽ അവർക്കെല്ലാം മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സ് പ്ലാറ്റ്ഫോംസ് മൂക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ എക്സാൻവയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം നമ്മൾ ഓൺലൈനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൺലൈനിൽ തന്നെ കുട്ടികൾക്ക് ചെറിയ സമയം കൊണ്ട് അവരുടെ ഔട്ട്പുട്ട് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ അവർ ഏറ്റവും മികച്ച ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കുട്ടികളുടെ കൂടെ പഠിക്കുന്ന രീതിയിൽ അവർക്ക് ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിൻ്റെ സാന്നിധ്യം അവൈലബിൾ ആവുന്ന രീതിയിൽ അവർക്ക് നല്ലൊരു മെൻറ്റർഷിപ്പ് അവൈലബിൾ ആവുന്ന രീതിയിലാണ് എക്സാൻവയുടെ ഓൺലൈൻ ഫൗണ്ടേഷൻ പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കുട്ടി മിടുക്കനായിട്ടുള്ള സയൻസിലും മാത്സിലും മിടുക്കനായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഇന്ത്യയിലെ ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓൺലൈൻ്റെയും ഓഫ്ലൈൻ്റെയും പ്രശ്നങ്ങളും അതേപോലെ ഗുണങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ വൈസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. എക്സാൻവയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് നൽകുന്നുണ്ട്, ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, അതേപോലെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകിയാൽ നമ്മുടെ ടീം നിങ്ങളുടെ കോൺടാക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അതല്ലെങ്കിൽ താഴെയുള്ള നമ്പറിൽ നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ അക്കാഡമിക് കൗൺസിലിംഗ് ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ വളരെ വൈസായിട്ടുള്ള ഡിസിഷൻ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.